പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവേ, അവിടുത്തെ സ്നേഹം അനുഭവിക്കാൻ അങ്ങൊരുക്കി തന്ന ഈ മനോഹര ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ ഇന്നേ ദിവസം മുഴുവനും അവിടുന്ന് കാത്തുപരിപാലിക്കണമേ. അവിടുത്തെ ആഗ്രഹം പോലെ നടക്കാനും ജീവിക്കാനും അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ അവിടുന്ന് വിളക്കായി പ്രകാശിക്കണമേ. അവിടുത്തെ സ്നേഹം എൻ്റെ ജീവിതത്തെ നയിക്കട്ടെ. ഞാൻ കഠിനമായ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നത് അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഈശോയെ, നീ മാത്രമാണ് എനിക്ക് ആശ്രയം. അങ്ങെന്നെ ബലപ്പെടുത്തണമേ. ജീവിതഭാരം എന്നെ തളർത്തല്ലേ നാഥ. ഒറ്റയ്ക്ക് വഹിക്കാൻ എനിക്ക് ശക്തിയില്ല. അങ്ങൻ്റെ കൂടെയുണ്ടാകണമേ. എനിക്ക് ആത്മശക്തി നൽകണമേ. എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ ഞാൻ അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുന്നു. എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അറിയുന്ന നാഥ, ആരുടെ മുൻപിലും തോറ്റുപോകാൻ ഇടയാക്കരുതേ. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പരിഹാസപാത്രമായി ജീവിക്കാൻ അനുവദിക്കരുതേ. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ഈശോയെ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഇന്നത്തെ എൻ്റെ എല്ലാ അപേക്ഷകളും അങ്ങ് കേൾക്കണമേ. എൻ്റെ ജീവിതത്തിൽ നിയോഗങ്ങളിൽ തമ്പുരാനെ ഒരത്ഭുതം പ്രവർത്തിക്കണമേ. ദാവീദിൻ്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തവനുമായ യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെ മേൽ ഈ പ്രഭാതത്തിൽ നിറയട്ടെ. എൻ്റെ നെറുക മുതൽ ഉള്ളംകാല് വരെ ഓരോ കോശങ്ങളിലേക്കും യേശുനാമം വ്യാപരിക്കട്ടെ. യേശുവെന്ന നാമം ഒരഗ്നിയായി എന്നിൽ നിരന്തരം കത്തട്ടെ. യേശുനാമത്തിൻ്റെ ശക്തി എന്നിൽ നിന്ന് സദാ പ്രവഹിച്ചു കൊണ്ടിരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ 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 നന്ദി, യേശുവേ സ്തുതി. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഓ യേശുവേ, ഈ വചനം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമായി മാറട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിനം ലോകം മുഴുവനുമുള്ള എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. നിന്നെ മാത്രം ധ്യാനിച്ചു ധ്യാനിച്ചു മനസ്സു തളർന്നിടട്ടെ. നിന്റെ വിചാര ഭാരമേറ്റെൻ്റെ ബുദ്ധി തളർന്നിടട്ടെ. ബുദ്ധി തളർന്നിടട്ടെ. നാഥ നിനക്കാ പാടി പാടി നാവു തളർന്നിടട്ടെ. നിനക്കായേറെ നടന്നു നടന്നെൻ്റെ പാദം തളർന്നിടട്ടെ. പാദം തളർന്നിടട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
യേശുവേ, അങ്ങേ തിരുരക്തം ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വിലയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. യേശുവേ, എന്നെയും എനിക്കുള്ളവയെയും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരെയും അങ്ങയുടെ തിരുരക്തത്താൽ മുദ്രണം ചെയ്യണമേ. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത, ഭാവന, ബുദ്ധി, ഓർമ്മ, കൽപ്പനാശക്തി, ഇച്ഛാശക്തി ഇവയെയും അവിടുത്തെ തിരുരക്തത്താൽ ഓരോ നിമിഷവും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഞാൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടുത്തെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ. അങ്ങനെ ഞാൻ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും അവിടുത്തോട് കൂടെ ആയിരിക്കാനും ഇടയാകട്ടെ. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ തിരുരക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ തിരുരക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ തിരുരക്തം ജയം. ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് പാപിയായ എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എളിമയും ക്ഷമയും വിശുദ്ധിയും അങ്ങയുടെ തിരുഹിതത്തോട് വിധേയത്വം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. നല്ല ഈശോയെ, അങ്ങയിലും അങ്ങേക്ക് വേണ്ടിയും ജീവിക്കാനുള്ള കൃപ നൽകണമേ. ആപത്തിൽ സംരക്ഷണവും ദുഃഖത്തിൽ ആശ്വാസവും അനുദിന ആവശ്യങ്ങളിൽ സഹായവും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ അങ്ങയുടെ അനുഗ്രഹവും ഭാഗ്യമരണവും തന്നരുളേണമേ. ആമേൻ. എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഈ പ്രഭാതത്തിൽ നമുക്ക് കാവൽ മാലാഖയുടെ സംരക്ഷണം യാചിക്കാം. അതുപോലെ നമ്മുടെ പേരിൻ്റെ കാരണക്കാരനായ വിശുദ്ധനെ, വിശുദ്ധയോട് മാധ്യസ്ഥ യാചിച്ചു പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. ആമേൻ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ 25-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് കർത്താവെ, ഞങ്ങൾക്കായി പുതിയ വഴികൾ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിശക്തമായ ഈ സങ്കീർത്തന ഭാഗം ദിവസവും വായിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. അടഞ്ഞുപോയ ജീവിതത്തിൻ്റെ പല വഴികളും അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. മുന്നോട്ടൊരു വഴിയും കാണാതെ അലയുന്ന ജീവിതങ്ങൾക്ക് ഈ സങ്കീർത്തനം ഒരു വഴികാട്ടിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയമാഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ടു മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ.
എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ, ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവിന് സ്തുതി.